Hi students, today we are going to discuss a very important topic, that is polarity in covalent bonds. Normally a covalent bond is not 100% covalent, it has some ionic character. അപ്പോൾ സാധാരണഗതിയിൽ ഒരു കോവലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ 100% എന്തല്ല കോവലൻ്റ് അല്ല, അതിന് ചെറിയ എന്തുണ്ട് അയോണിക് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ആ അയോണിക് ക്യാരക്ടർ നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് പെർസെൻറ്റേജ് അയോണിക് ക്യാരക്ടർ. അപ്പോൾ ഈ അയോണിക് ക്യാരക്ടർ ആദ്യം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് നമുക്കറിയണം. ആ ടോപ്പിക്കാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. പൊളാരിറ്റി ഓഫ് കോവലൻ്റ് ബോണ്ട്. അപ്പോൾ എന്താണ് ഒരു പോളാർ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു നോൺ പോളാർ മോളിക്യൂൾ എന്താണ്? ഇതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പോളാർ മോളിക്യൂൾ. സാധാരണ ഇതിൽ നിങ്ങൾക്കറിയാം ടഗ് ഓഫ് വാർ അല്ലെങ്കിൽ വടംവലി, നിങ്ങൾക്കറിയാം ടഗ് ഓഫ് വാർ അല്ലെങ്കിൽ വടംവലി നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? ജയിക്കുന്ന ടീം പിന്നോട്ട് പോകുന്ന ഒരു കളിയാണ് അല്ലെങ്കിൽ ഒരു ഗെയിമാണ് എന്ത് ടഗ് ഓഫ് വാർ. എന്നതുപോലെ ഒരു കോവലൻ്റ് ബോണ്ടിൽ ഉദാഹരണം പറയാം, ഹൈഡ്രജനും കോവലൻ്റ് ബോണ്ടിൽ ഒരു പെയർ ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവർ ടഗ് ഓഫ് വാറിലാണ്, ഒരു വടംവലിയിലാണ്. നോക്കൂ, ഈ രണ്ട് ഹൈഡ്രജനും ഒരേ പവറാണ് അല്ലേ, രണ്ടും ഒരേപോലുള്ള ആറ്റങ്ങളാണ്. അതായത് ഈ വടംവലിയിൽ രണ്ട് ടീമും ഈക്വൽ സ്ട്രെങ്ത് ആണെങ്കിൽ എവിടെയാണ് ആ സെൻട്രലിലെ റിബൺ ഉണ്ടാവുക? റിബൺ എവിടെ ഉണ്ടാവുക? സെൻട്രലല്ലേ ഉണ്ടാവുക. ഒരു ടീമിനും ജയിക്കാനും ചാൻസ് ഇല്ല, ഒരു ടീമിനും തോൽക്കാനും ചാൻസ് ഇല്ല. കാരണം രണ്ട് ടീമും എന്താണ്, ഈക്വലി പവർഫുൾ ആണ്. എന്നതുപോലെ ഈ H2 എന്ന മോളിക്യൂളില് നോക്കൂ, ഇത് H2 ആണ്. ഇവിടെ ഇതിന്റെ സെൻട്രൽ ഒരു എന്താണ് പെയർ ഇലക്ട്രോൺ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രോണിനെ രണ്ട് ഹൈഡ്രജൻ ഒരുപോലെ വലിക്കുന്നുണ്ട്. രണ്ടാക്കും വലിക്കാനുള്ള പവർ എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ വിൽ റിമെയിൻ അറ്റ് ദ സെന്റർ ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, അതുകൊണ്ട് ഇതിനും ഒരു പ്രത്യേക എന്താണ് ചാർജ് കിട്ടുന്നില്ല, ഇതിനും പ്രത്യേക ചാർജ് കിട്ടുന്നില്ല. രണ്ട് ടീമിനും ഈ എന്താണ് അല്ലെങ്കിൽ രണ്ട് ആറ്റങ്ങൾക്കും ഈ ഇലക്ട്രോണിന്റെ മുകളിൽ ഒരേ പുള്ളിംഗ് പവറാണ്. ഓക്കെ, അതേ സമയത്ത് രണ്ട് വ്യത്യസ്ത ടീമാണ്. അത് ഒരു ടീമും അല്ല പവർഫുൾ ടീമാണ്, ഒരു ടീമോ ആ ടീം എന്താണ് പവർ കുറഞ്ഞ ടീമാണ്. അങ്ങനെയാണെങ്കിൽ പവർഫുൾ ടീമിന്റെ അടുത്തേക്ക് റിബൺ എന്ത് ചെയ്യും, നീങ്ങും വടംവലിയിൽ അല്ലേ. ഉദാഹരണം നോക്കാം HCl. ഓക്കെ, ഈ HCl എന്ന മോളിക്യൂൾ നിങ്ങൾക്ക് കാണാം, അവിടെ എന്താണ് ഒന്ന് ഹൈഡ്രജൻ ആണ്, മറ്റൊന്ന് എന്താണ് ക്ലോറിൻ ആണ്. നമുക്കറിയാം ക്ലോറിൻ ഹാലജൻ ആണ്, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഈ കേസിൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ആരുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കും? ക്ലോറിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. അപ്പൊ ക്ലോറിന് ഒരു പാർഷ്യൽ എന്ത് വന്നു, നെഗറ്റീവ് ചാർജ് വന്നു. ഹൈഡ്രജന് ഒരു പാർഷ്യൽ എന്ത് വന്നു, പോസിറ്റീവ് ചാർജും വന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ. ഓക്കെ, ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ക്ലോറിന്, ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജന്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഒരു പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു. ഒരു നെഗറ്റീവ് പോള്, ഒരു പോസിറ്റീവ് പോള്. അപ്പൊ ഇങ്ങനെയുള്ള മോളിക്യൂളിനെയാണ് നമുക്ക് എന്ത് പറയാ, പോളാർ മോളിക്യൂൾ എന്ന് പറയാം. അതേസമയത്ത് ഈ മോളിക്യൂൾ എന്താണ്, നോൺ പോളാർ മോളിക്യൂൾ ആണ്. ഓക്കെ, അപ്പോ ഈ പോളാർ മോളിക്യൂളിന് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഡൈപോൾ മൊമെന്റ് ഫിസിക്സിൽ നിങ്ങൾക്ക് അറിയാം, ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്നാണ്. ഉദാഹരണം പറയാം, ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇത് ഒരു നെഗറ്റീവ് ചാർജ്. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം ആണ്. ഇത് എന്താണ്, സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് d. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ചാർജ് എന്താണ്, q. ഇത് പ്ലസ് q ആണ്, ഇതെന്താണ് മൈനസ് q ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡൈപോൾ മൊമെന്റ് മ്യൂ, ദാറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഡൈപോൾ മൊമെന്റ് മ്യൂ ഇസ് ഈക്വൽ ടു q ഇൻറ്റു d എന്നാണ്. അപ്പൊ ഈ മോളിക്യൂൾ ഒരു ഡൈപോൾ ആണ്, ഒരു നെഗറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ്. അപ്പൊ എന്തുണ്ടാവും, ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ആ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ബോണ്ട് ലെങ്ത്. ഇവിടെ ഡിസ്റ്റൻസ് പറയുമ്പോൾ എന്താണ്, ബോണ്ട് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോ ഇനി ഈ ഡൈപോൾ മൊമെന്റിന് ഡയറക്ഷൻ ഉണ്ട്. സാധാരണഗതിയിൽ ഇതിന്റെ ഡയറക്ഷൻ എന്താണ്, ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്ന്
മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലേക്കാണ്. ഇവിടെ ഏതാ ലെസ് ഇലക്ട്രോനെഗറ്റീവ്? ഇലക്ട്രോണിനെ വലിക്കാൻ പവർ കുറഞ്ഞതായ ഹൈഡ്രജൻ അല്ലേ, കൂടിയത് ഏതാണ്? ക്ലോറിൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അതായത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോനെഗറ്റീവ് നിന്ന് ഹൈലി ഇലക്ട്രോനെഗറ്റീവിലേക്ക്. ഇതാണ് അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അതിന്റെ യൂണിറ്റ് നോക്കാം. അതിന്റെ യൂണിറ്റ്, ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്, കൂളംബ് ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ കൂളം മീറ്റർ ആണ്, സെന്റിമീറ്റർ അല്ല, കൂളം മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ് വരുന്നത്, ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് വരുന്നത്. ഇനി ഈ ഡൈപോൾ മൊമെന്റിന് സാധാരണ ഇത് ഡി ബൈ എന്ന് നമ്മൾ പറയാറുണ്ട്. വേറൊരു യൂണിറ്റ് ആണ് എന്ത്, ഡി ബൈ. ഓക്കെ, ഡി ബൈ ഡി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൂചിപ്പിക്കുക. ഡി ബൈ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഒരു ഡി ബൈ എന്ന് പറഞ്ഞാൽ എത്ര കൂളംബാണ്? ഒരു ഡി ബൈ എന്ന് പറഞ്ഞാൽ 3.3356 into 10⁻⁻30 കൂളം മീറ്റർ ആണ് ഒരു ഡി ബൈ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ മോളിക്യൂൾ ഒരു പോളാർ ആണ്. ഉദാഹരണം നമുക്ക് നോക്കാം. HCl. ഇതിപ്പോ HCl ആണ്. ഈ HCl എച്ചും സിഎലും, ഈ റെഡ് കളറിൽ കാണുന്നത് സിഎൽ ആണ്, ഇതെന്താണ്, എച്ച് ആണ്. ഇവിടെ ആർക്കാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ? ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യും? നീക്കും. ഓക്കെ, അപ്പൊ ഇത് പോളാർ ആണ്. ഇതിന് പാർഷ്യൽ നെഗറ്റീവ്, ഇതിന് പാർഷ്യൽ പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ ഈ ഡിസ്കഷൻ നമുക്ക് മനസ്സിലായി എന്താണ്, ഇത് ഡയറ്റോമിക് മോളിക്യൂൾ, 2 ആറ്റങ്ങളുടെ മോളിക്യൂളാണ് ഇത് അല്ലെ, H2. അപ്പൊ എല്ലാ ഡയറ്റോമിക് മോളിക്യൂൾസും എന്ന് പറഞ്ഞാൽ H2, N2, O2, F2, Cl2, Br2 എന്ന് പറഞ്ഞ എല്ലാ ഡയറ്റോമിക് മോളിക്യൂൾസിനും എന്താണ്, പൊളാരിറ്റി ഇല്ല. അതായത് നോൺ പോളാർ ആണ്. അതിന്റെ മ്യൂ എന്തായിരിക്കും? നോൺ പോളാർ ആണെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് എടുക്കാം ഉദാഹരണം, H2, N2, O2, Cl2, Br2, I2, ഇങ്ങനെ എല്ലാ ഹോമോഡയറ്റോമിക് മോളിക്യൂൾസ്, അതായത് ഒരേപോലെയുള്ള ആറ്റങ്ങളിൽ, ഓക്കെ, അതിനെന്താണ്, ഡൈപോൾ മൊമെന്റ് 0 ആണ്. അതായത് മ്യൂ എന്താണ്, 0 ആണ്. അത് നോൺ പോളാർ ആണ്. ഡൈപോൾ മൊമെന്റ് മ്യൂ 0 ആണെങ്കിൽ മോളിക്യൂൾ എന്തായിരിക്കും, നോൺ പോളാരിക്. കാരണം 2 ആറ്റവും എന്താണ്, സെയിം പുള്ളിംഗ് പവർ ആണെങ്കിൽ സെയിം ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. ഇതുപോലെ ഒരു വടംവലിയിൽ 2 ടീമും ഈക്വൽ ആണ്. ഓക്കെ, എന്നാൽ എല്ലാ ഹെട്രോഡയറ്റോമിക് മോളിക്യൂൾസും, ഓക്കെ, നമുക്ക് ഉദാഹരണം എടുക്കാം. ഹെട്രോഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഡൈ ആറ്റം എന്ന് പറഞ്ഞാൽ 2 ആറ്റം അല്ലെ. അപ്പോൾ ഹെട്രോഡയറ്റോമിക് മോളിക്യൂൾസ് നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിൾ തന്നെയാണ് എന്ത്, HCl. ഈ HCl നോക്കൂ, ഇവിടെ എന്താണ്, നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എന്താണ്, പോളാർ ആണ്. ഓക്കെ, അപ്പോ heterodiotomic molecule, all heterodiotomic molecules are polar. It has dipole moment. ഉദാഹരണം HCl, HBr, HI, HF. ഓക്കെ, ഇങ്ങനെ വരുന്ന എല്ലാ എന്താണ്, ഹെട്രോഡയറ്റോമിക് മോളിക്യൂൾസും നമുക്ക് എന്ത് പറയാം, പോളാർ ആണ് എന്ന് പറയാം. ഇനി പോളി അറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ഇത് പോളാർ ആണോ അല്ലേ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക. ഓക്കെ, പോളി അറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ പോളി അറ്റോമിക് മോളിക്യൂള് ഒരു മോളിക്യൂള് പോളാർ ആണോ അല്ലേ എന്ന് എങ്ങനെയാ പറയാമെന്ന ഒരു ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ ട്രിക്ക് പറഞ്ഞുതരാം. അതായത് പോളി അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ഒന്ന് മോളിക്യൂള് സിമ്മട്രിക് ആണോ നോക്കുക, സിമ്മട്രിക്. രണ്ടാമത്തത് ഓൾ സറൗണ്ടിങ് ആറ്റം, ആർ സെയിം. എല്ലാ ചുറ്റുമുള്ളത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള എല്ലാ ആറ്റങ്ങളും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. പിന്നെയോ നോ ലോൺ പെയർ, അതിന്റെ മുകളിൽ സെൻട്രൽ ആറ്റത്തിന്റെ മുകളിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂൾ എന്താണ്, നോൺ പോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂള് നോൺ പോളാർ ആണ്. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതായത് അത് ഞാൻ പിന്നീട് പറയാം, എക്സെപ്ഷൻ പിന്നീട് പറയാം.
ഒരു മോളിക്യൂളിനകത്ത് സിമെട്രിക് ആണ്, എല്ലാ സറൗണ്ടിങ് ആറ്റംസും എന്താണ് സെയിം ആണ്, ലോൺ പെയർ ഉണ്ട്, ലോൺ പെയർ ഉണ്ട്, എന്നിട്ടും അതെന്താണ് നോൺ പോളാർ ആണ്. ശരിക്കും ലോൺ പെയർ ഉണ്ടായാൽ എന്താവണം, ലോൺ പെയർ ഇല്ലാതിരുന്നാലേ എന്താവുള്ളൂ, നോൺ പോളാർ ആവുള്ളൂ. പക്ഷെ ഒരു മോളിക്യൂളില് ലോൺ പെയർ ഉണ്ടായിട്ടും എന്തുതന്നെയാണ്, നോൺ പോളാർ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ചില മോളിക്യൂൾ ഉണ്ട്, ഒന്നല്ല ചില മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പറയാം. അപ്പോൾ ഈ മോളിക്യൂൾ എന്താണ്, നോൺ പോളാർ ആണ്. സാധാരണഗതിയിൽ നമുക്ക് സാധാരണ +1 ചോദിക്കുന്ന മോളിക്യൂളിൽ പെട്ടെന്ന് നോക്കാൻ എളുപ്പമാണ്. സിമെട്രിക് ആണോ നോക്കുക, എല്ലാ സറൗണ്ടിങ്സ് ആറ്റംസ് സെയിം ആണോ നോക്കുക, ലോൺ പെയർ ഇല്ലാതിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, നോൺ പോളാർ ആണ്. ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്, 1-2 എക്സാമ്പിൾ ഞാൻ പറയാം എക്സെപ്ഷൻ. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. BF3 അല്ലെങ്കിൽ BCl3. ഓക്കെ, BF3 അല്ലെങ്കിൽ BCl3 ഉദാഹരണം നോക്കും. ഇവിടെ BCl അല്ലെങ്കിൽ BF3 എടുക്കാം. ബോറോൺ ക്ലോറിൻ ഉണ്ട് അല്ലെ, ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്, ക്ലോറിൻ ആണ്. അപ്പൊ പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്. ഇലക്ട്രോ പോസിറ്റീവ് ആയതെന്താ, പാർഷ്യൽ പോസിറ്റീവ്. അപ്പൊ ഒരു ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, ഒരു ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, ഒരു ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, ഒരു ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്. അതായത് 3 ഡൈപോൾസ് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ്, 3 ഈക്വൽ ഡൈപോൾസ് ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് എങ്ങോട്ടുണ്ടാവും, താഴേക്ക് ഉണ്ടാവും. ആ റിസൾട്ടന്റും ഇതും തമ്മിൽ എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ പരസ്പരം എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പോ BCl3 അല്ലെങ്കിൽ BF3 പോലുള്ള ട്രയഗണൽ പ്ലാനാർ ആയിട്ടുള്ള മോളിൽ, ട്രയഗണൽ പ്ലാനാർ ആണ് ഇതിന്റെ ഷേപ്പ്. മാത്രമല്ല ഈ കണ്ടീഷൻ നോക്കൂ, സിമെട്രിക് ആണ്, എല്ലാ ചുറ്റുഭാഗത്തുള്ള ആറ്റം എന്താണ്, സെയിം ആണ്. ബോറോണിന്റെ മുകളിൽ ലോൺ പെയർ ഇല്ല, അപ്പൊ എന്താണ്, നോൺ പോളാർ ആണ്. ഡൈപോൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുന്നുണ്ട്. μ=0, നോൺ പോളാർ. അപ്പൊ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുണ്ട്, BF ബോണ്ട് അല്ലെങ്കിൽ BCl ബോണ്ട് ഈസ് പോളാർ, ബട്ട് BCl3 അല്ലെങ്കിൽ BF3 as a whole is what, non polar, because 3 dipoles are acting at a point, they cancel with each other. ഓക്കെ, അതെന്താണ്, ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. വേറെ എക്സാമ്പിൾ ആണ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം ഷേപ്പ് എന്താണ്, ലീനിയർ ആണ്. അതെങ്ങനെയാ ലീനിയർ ആണെന്ന് മനസ്സിലാവുക, ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ഷേപ്പ് പറയാം. മുൻപത്തെ വീഡിയോ കാണാൻ, അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോ ഇവിടെ CO2 ലീനിയർ ആണ്. അപ്പൊ പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്. അപ്പോ എന്താണ്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് എന്ത്, ഡയറക്ഷൻ. ഓക്കെ, ഇവിടെയും എന്താണ്, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡൈപോൾ എന്ത് ചെയ്യാണ്, പരസ്പരം ക്യാൻസൽ ചെയ്യും. അപ്പൊ CO ബോണ്ട് പോളാർ, ബട്ട് CO2 as a whole is what, നോൺ പോളാർ ആണ്. അതുകൊണ്ട് μ എന്താണ്, =0, നോൺ പോളാർ. μ ≠ 0 ആണെങ്കിൽ എന്ത്, പോളാർ ആവുക. അങ്ങനെയാണെങ്കിൽ SO2 നോൺ പോളാർ ആണോ, നമുക്ക് നോക്കാം. SO2ന്റെ ഷേപ്പ് നമ്മളുടെ ഹൈബ്രിഡൈസേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, എന്താ കിട്ടുക, ബെൻഡാ കിട്ടുക, ഷേപ്പ് ബെൻഡാണ് ഷേപ്പ് കിട്ടുക. പിന്നെ SO2ന്റെ മുകളിൽ ലോൺ പെയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്സിജനും സൾഫറും രണ്ടും 16th ഗ്രൂപ്പിലാണ്. 16th ഗ്രൂപ്പിലാണ് ഓക്സിജനും സൾഫറും വരുന്നത്. ഓക്സിജൻ സൾഫർ, ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് എന്നാണ്. അപ്പൊ ഇവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ് ആരാണ്, ഓക്സിജൻ ആണ്. അപ്പൊ അതിന് പാർഷ്യൽ നെഗറ്റീവ്, ഇവിടെയും പാർഷ്യൽ നെഗറ്റീവ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്. എങ്ങോട്ടാ ഡയറക്ഷൻ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. റിസൾട്ടിന്റെ താഴേക്ക് ഉണ്ടാവും. പക്ഷെ ഇതിന്റെ മുകളിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ലോൺ പെയറിനും ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓർക്കുക, ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് എപ്പോഴും എങ്ങോട്ടാണ്, ആറ്റത്തുനിന്ന് ലോൺ പെയറിലേക്കാണ്, ആറ്റത്തുനിന്ന് ലോൺ പെയറിലേക്കാണ്. അപ്പൊ ഇവിടാണ് ആറ്റം, ലോൺ പെയർ എവിടെയാണ്. അപ്പൊ ലോൺ പെയർ എങ്ങോട്ടുണ്ടാവുക, മുകളിലേക്കാണ് ഉണ്ടാവുക. അപ്പൊ ഇത് ഇതുപോലെ ക്യാൻസൽ ആവുമോ, നമ്മൾ നേരത്തെ BF3 പറഞ്ഞില്ലേ, അല്ലെങ്കിൽ BCl3 പറഞ്ഞില്ലേ, അവിടെ എന്താണ്, ഇങ്ങനെയല്ലായിരുന്നു, 3 ക്യാൻസൽ ചെയ്തില്ലേ, അതുപോലെ ഇവിടെ ക്യാൻസൽ ആവുമോ, ഇല്ല. കാരണം ഈ 2 ഡൈപോളിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ലോൺ പെയറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ അത് ക്യാൻസൽ ആവൂല. അതായത് ഇത് ഈ ഡൈപോൾ മൊമെന്റ്, ഇതും ഈ ഡൈപോൾ മൊമെന്റ് രണ്ടും സെയിം ആണ് മാഗ്നിറ്റ്യൂഡ്. പക്ഷെ ലോൺ പെയറിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്താണ്, വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് എങ്ങോട്ടുണ്ടാവും, താഴോട്ടുണ്ടാവും. ഈ 2 ബോണ്ടിന്റെ ആണ് താഴോട്ടുണ്ടാവും. ഈ ഓപ്പോസിറ്റ് ഉള്ള എന്താണ്, ഇതിന് ഈക്വൽ അല്ല.
അതുകൊണ്ട് പരസ്പരം എന്ത് ചെയ്യൂല, ക്യാൻസൽ ചെയ്യൂല. അതുകൊണ്ട് SO2 mu is not equal to 0, therefore is a polar molecule. SO2 ഒരു പോളാർ മോളിക്യൂൾ ആണ്. CO2 എന്താണ്, നോൺ പോളാർ മോളിക്യൂൾ ആണ്. അപ്പോൾ CO2 നെ പോലെയല്ലേ SO2, അതുകൊണ്ട് അതും നോൺ പോളാർ ആണെന്ന് പറയരുത്. അതിന്റെ ഷേപ്പ് നോക്കണം. ഇവിടെ എന്തുണ്ട്, സിമെട്രിക് ഒക്കെയാണ്, പക്ഷേ എന്തുണ്ട്, ലോൺ പെയർ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടീഷൻ പറഞ്ഞില്ലേ, ലോൺ പെയർ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, ലോൺ പെയർ ഉണ്ട്, അതുകൊണ്ട് എന്തായി, പോളാറായി മാറി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എന്താണ്, BSC. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ BF3 അല്ലെങ്കിൽ BCl3 ഉണ്ടോ. ഇവിടെ ഒരു ഡൈപോൾ ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട് പരസ്പരം എന്ത് ചെയ്യും, ഇതിന്റെ റിസൾട്ടിന് താഴോട്ടുണ്ടാവും. ഇതിന്റെ ഡൈപോളും തമ്മിൽ എന്ത് ചെയ്യും, പരസ്പരം ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേറെ എക്സാമ്പിൾ നോക്കാം. PCl5 നോക്കാം. PCl5ന്റെ കേസിലും നമുക്കറിയാം, അതിന്റെ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. PCl5 ട്രയഗണൽ ബൈ പിരമിഡൽ ആണ് ഷേപ്പ്. ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. അത് ട്രയഗണൽ പ്ലാനാറായി. ഇനി ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും നമുക്ക് എടുക്കാം. ഇവിടെ നോക്കൂ, ഇതാണ് ട്രയാഗണൽ ബൈപിരമിഡൽ. ഇത് PCl. ഓക്കെ, ഈ 3 CLന്റെ ഇതെന്താണ്, ഇതിന്റെയും റിസൾട്ടിന് ഇങ്ങോട്ട് ഉണ്ടാവും, പരസ്പരം ക്യാൻസൽ ചെയ്യും അല്ലേ. അതായത് ഒരു ഡൈപോൾ ഇങ്ങോട്ട്, ഒരു ഡൈപോൾ ഇങ്ങോട്ട്, ഇത് മാത്രം കൺസിഡർ ചെയ്യാം. എന്താണ്, നമ്മളുടെ BF3 പോലെ അല്ലെങ്കിൽ BCl3 പോലെ ക്യാൻസൽ ചെയ്യും. പിന്നെ ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് താഴോട്ട്, ഇതും പരസ്പരം എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. മാത്രമല്ല ഇത് സിമെട്രിക് ആണ്. എല്ലാ സറൗണ്ടിങ് ആറ്റം എന്താണ്, സെയിം ആണ്. ലോൺ പെയർ ഇല്ല താനും. അതുകൊണ്ട് എന്താണ്, mu is equal to 0 non polar. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ഒന്നാണ് SF6 നമുക്കറിയാം ഷേപ്പ് എന്താണ്, ഒക്ടാഹെഡ്രൽ ആണ്. ഒക്ടാഹെഡ്രൽ ലോൺ പെയർ ഒന്നും ഇല്ല കേട്ടോ, ലോൺ പെയർ ഒന്നും ഇല്ല. ഇതാണ് SF6ന്റെ ഷേപ്പ്. നോക്കൂ, സിമെട്രിക് ആണ്. എല്ലാ സറൗണ്ടിങ്സ് ആറ്റം എന്താണ്, സെയിം ആണ്. ലോൺ പെയർ ഇല്ല, അതുകൊണ്ട് പരസ്പരം എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഉണ്ടോ, S F ഇതും ക്യാൻസൽ ചെയ്യും, ഇതും ക്യാൻസൽ ചെയ്യും, ഇതും ക്യാൻസൽ ചെയ്യും. ഇവിടെ ആരാണ് പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്. ഉണ്ടോ, ഒന്നിങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്, ഒന്നിങ്ങോട്ടും ഇതും തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. പിന്നെ പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്, ഇത് പരസ്പരം എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, ഇതും എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. അപ്പൊ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്താണ്, 0 ആണ്, നോൺ പോളാർ ആണ്. mu is equal to 0 നോൺ പോളാർ. ഓക്കെ, അപ്പോ എന്താണ്, ഇനി ഞാൻ നേരത്തെ ഒരു എക്സെപ്ഷൻ പറഞ്ഞിരുന്നു. എന്ത്, സിമെട്രിക് ആണ്, എല്ലാ സറൗണ്ടിങ്സ് ആറ്റം എന്താണ്, സെയിം ആണ്. ലോൺ പെയർ ഉണ്ടാ ശരിക്കും എന്താ ആവേണ്ടതെന്ന് പറഞ്ഞത്, പോളാർ ആണ്. പക്ഷെ ഇവിടെ എന്താണ്, നോൺ പോളാർ ആണ്. ലോൺ പെയർ ഉണ്ടായിട്ടും നോൺ പോളാർ ആണ്. അതിലൊരു എക്സാമ്പിൾ ആണ് സിനോൺ ഫ്ലൂറൈഡ്, XeF4. നമുക്ക് നോക്കാം, XeF4 നമുക്ക് നോക്കാം. സിനോൺ ഫ്ലൂറൈഡ് നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ പറഞ്ഞതാണ്, ഷേപ്പ് സ്ക്വയർ പ്ലാനാർ ആണ്. സിനോൺ ഫ്ലൂറൈഡ് സ്ക്വയർ പ്ലാനാർ ആണ്. ഇതാണ് ഷേപ്പ്. ഇനി ഈ സിനോണിന്റെ മുകളിൽ എന്തുണ്ട്, 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്, ഫ്ലോറിൻ ആണ്. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് അല്ലേ, ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആരാണ്, ഫ്ലോറിൻ ആണ്. അപ്പോൾ ഇതിങ്ങോട്ട്, ഇതിന്റെ ഡൈപോൾ ഇങ്ങോട്ട്. അപ്പൊ എന്താ, ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു. ലോൺ പെയറിന്റെ എന്താണ്, ആറ്റത്തുനിന്ന് ലോൺ പെയറിലേക്കാണ്. ഇതും ക്യാൻസൽ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ക്യാൻസലേഷൻ നടന്നിട്ട് mu is equal to 0 നോൺ പോളാർ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ലോൺ പെയർ ഉണ്ടെങ്കിൽ പോളാർ ആവും, നോൺ പോളാർ അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് എക്സെപ്ഷൻ ആണ്. ഇവിടെ ലോൺ പെയർ ഉണ്ട്, എന്നിട്ടും എന്താണ്, നോൺ പോളാർ ആണ്. സാധാരണഗതിയിൽ കൂടുതൽ മോളിക്യൂൾ എന്താണ്, ലോൺ പെയർ ഉണ്ടെങ്കിൽ അതെന്തായി മാറുകയാണ് ചെയ്യാറ്, പോളാറായി മാറുകയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ലോൺ പെയർ ഉണ്ട്, എന്നിട്ടും എന്താണ്, നോൺ പോളാർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എടുക്കേണ്ടത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മോളിക്യൂൾസ് ആണ്. ഒന്ന് വാട്ടറും അതുപോലെ തന്നെ എന്താണ്, അമോണിയം. ഓക്കെ, വാട്ടറും അമോണിയം നമുക്ക് എടുക്കാം. അതിന്റെ പൊളാരിറ്റി നോക്കാം.
വാട്ടർ. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് എന്താണ്? അമോണിയ എടുക്കാം. അമോണിയ NH3. അമോണിയ നമുക്കറിയാം എന്താണ് ഷേപ്പ്, എന്താണ് ട്രൈഗണൽ പിരമിഡലാണ്. ട്രൈഗണൽ പിരമിഡലാണ്. എൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ഇവിടെ നൈട്രജൻ 15th ഗ്രൂപ്പിലാണ്, മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പൊ ആർക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? ഇപ്പൊ നൈട്രജൻ ആണ്. പാർഷ്യൽ നെഗറ്റീവ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്, ഇവിടെയും പാർഷ്യൽ പോസിറ്റീവ്. ഡയറക്ഷൻ എങ്ങോട്ടാ? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. ലോൺ പെയറിന്റെ ഇങ്ങോട്ട്. എല്ലാ ഡൈപോളും ഒരേ ഡയറക്ഷനിലാണ്. ക്യാൻസൽ ആവുമോ? ഇല്ല, പരസ്പരം ക്യാൻസൽ ആവില്ല. ഉണ്ടോ? ഇത് മുകളിലേക്ക്, ഇത് മുകളിലേക്ക്, ഇത് മുകളിലേക്ക്, ഒക്കെ മുകളിലേക്കാണ്. അപ്പം മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് എന്താണ്? പോളാറാണ്. മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് പോളാറാണ്. ഇനി അടുത്തത് വാട്ടർ ആണ്. വാട്ടർ നമുക്കറിയാം ഷേപ്പ് എന്താണ്? ബെൻഡ് ആണ്. ഇതിന് മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ, 2 ലോൺ പെയർ ഉണ്ട്. ഇവിടെ ഓക്സിജൻ 16th ഗ്രൂപ്പിലാണ്, മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇപ്പോൾ പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ നെഗറ്റീവ്, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞതിന് പോസിറ്റീവ്. അപ്പോൾ ഒരു ഡൈപോൾ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഒരു ഡൈപോൾ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇനി ലോൺ പെയറിന്റെ എപ്പോഴും എന്താണ്? പുറത്തേക്ക് അല്ലേ? ഈ ലോൺ പെയറിന്റെ ഇങ്ങോട്ടേക്ക് നോക്കൂ. ഇത് രണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് പോകും, ഇത് രണ്ടും ഇങ്ങോട്ട് പോകും. അപ്പൊ എന്താ കിട്ടുക? ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ വലിയൊരു എന്ത് കിട്ടും? വെക്ടർ കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഈ ഡയറക്ഷനിൽ. ഇനി ഇത് രണ്ടും കൂടി ഈ ഡയറക്ഷനിൽ ആഡ് ചെയ്താൽ വലിയൊരു വെക്ടർ അങ്ങോട്ടും കിട്ടും. അതിന്റെ റിസൾട്ടന്റ് എങ്ങോട്ടുണ്ടാവും? മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ എന്താണ്? പരസ്പരം എന്ത് ചെയ്യുന്നില്ല? ക്യാൻസൽ ചെയ്യുന്നില്ല. ഷേപ്പ് ബെൻഡ് ആണ് അല്ലേ? അപ്പോൾ മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് പോളാറാണ്. എന്താണ്? പോളാറാണ്. ഓക്കെ, വാട്ടർ പോളാർ മോളിക്യൂളാണ്. അപ്പോൾ പോളി അറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ പോളാർ ആണോ അല്ലേ എന്നറിയണമെങ്കിൽ എന്തറിയണം? അതിന്റെ ഷേപ്പ് അറിയണം. ഷേപ്പ് അറിയണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ അറിയണം. ഓക്കെ, അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 മോളിക്യൂള്, അമോണിയയും അതുപോലെ തന്നെ എന്താണ്? വാട്ടർ. ഇനി നമുക്കത് വേണമെങ്കിൽ കാണാം. അമോണിയ, ഇതാണ് വാട്ടർ, ഇതാണ് വാട്ടർ. OH ഉണ്ടോ? ഇതിന്റെ പൊളാരിറ്റി ഇങ്ങോട്ട്, ഇതിന്റെ പൊളാരിറ്റി ഇങ്ങോട്ട്. ഇത് എന്ത് ചെയ്യാണ്? ഒക്കെ മുകളിലേക്ക് അല്ലേ? ഇതിന്റെ കൂടി ഒരു സൈഡിലേക്ക് വരും, ഇതിന്റെ ഒരു സൈഡിലേക്ക് വരും. എന്നപ്പോൾ എന്താണ്? പരസ്പരം എന്ത് ചെയ്യുന്നില്ല? ക്യാൻസൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് പോളാറാണ്. 1.85 dB ആണ് അതിന്റെ എന്ത്? പൊളാരിറ്റി. 1.85 dB ആണ് വാട്ടറിന്റെ എന്ത്? പൊളാരിറ്റി വരുന്നത്. ഇനി അമോണിയ ആണെങ്കിൽ ഇതാണ് നേരത്തെ പറഞ്ഞ അമോണിയ. അമോണിയന്റെ കേസിൽ ഉണ്ടോ? ഇത് എന്താണ്? ഒരു പൊളാരിറ്റി ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്, ലോൺ പെയർ മുകളിലേക്ക്, ലോൺ പെയർ മുകളിലേക്ക്, ഇതിങ്ങോട്ട്, ഇതിങ്ങോട്ട്, ഇതിങ്ങോട്ട്. പരസ്പരം എല്ലാം എന്താണ്? ക്യാൻസൽ ചെയ്യുന്നില്ല, എല്ലാം ഒരേ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അമോണിയയും അതുപോലെ തന്നെ NH3 അല്ലെങ്കിൽ അമോണിയയും NF3യും എടുത്താൽ ആരാണ് മോർ പോളാർ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. +1 എക്സാമിന് കേരള ബോർഡിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. NH3യും അതുപോലെ അമോണിയയും NF3യും എടുത്താൽ ആരാണ് മോർ പോളാർ? ഇവിടെ നമുക്ക് നോക്കാം. NH3 നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. NF3 വരയ്ക്കാം. NF3യും ഷേപ്പ് തന്നെയാണ്? ട്രൈഗണൽ പിരമിഡൽ തന്നെയാണ്. ട്രൈഗണൽ പിരമിഡൽ തന്നെയാണ്. ആരുടെയും ഷേപ്പ്? NF3യുടെയും ഷേപ്പ് NF. അത് നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ വെച്ച് നോക്കിയാൽ കിട്ടും. നോക്കൂ, ഇവിടെ ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? നൈട്രജൻ അല്ല, ഫ്ലോറിൻ ആണ്. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ഓൾ ആറ്റം ആരാണ്? ഫ്ലോറിൻ ആണ്. അപ്പൊ അതിനാണ് പാർഷ്യൽ നെഗറ്റീവ്. ഇവിടെ പാർഷ്യൽ നെഗറ്റീവ്, ഇവിടെയും പാർഷ്യൽ നെഗറ്റീവ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ്. അപ്പൊ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ? ഡയറക്ഷൻ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്. ഇനി ലോൺ പെയറിന്റെ എങ്ങോട്ടാ? ആറ്റത്തുനിന്ന് ലോൺ പെയറിലേക്കാണ്. അപ്പൊ എന്താണ്? മുകളിലേക്കാണ്. ക്യാൻസൽ ആവുമോ? ഇല്ല, കാരണം 3 ഫോഴ്സ് താഴോട്ടും 1 മുകളിലോട്ടാ. ക്യാൻസൽ ആവില്ല. ഓക്കെ, ക്യാൻസൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഈക്വൽ ആവണം, അല്ലെങ്കിൽ 3 120 ആംഗിളിൽ വരണം. നമ്മൾ BF3 BScL3 കേസിൽ പറഞ്ഞില്ലേ, അതുപോലെ വരണം. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ എന്താണ്? 3 ഫോഴ്സ് താഴോട്ടാണ്, 1 മാത്രം മുകളിലോട്ട്. ഫുൾ ക്യാൻസൽ ആവൂല, പാർഷ്യലി ക്യാൻസൽ ആവും. ഇവിടെ എല്ലാം മുകളിലേക്കാണ്. അപ്പൊ തീരെ ക്യാൻസൽ ഒക്കെ എന്താണ്? ആഡ് ചെയ്യണം. അപ്പൊ ഏതാ കൂടുതൽ മോൾ പോളാർ? യെസ്, അമോണിയ ഈസ് മോർ പോളാർ ദാൻ NF3. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് മ്യൂ വരുന്നത് ഏകദേശം 4.9 × 10⁻³ കൂളം മീറ്റർ ആണ്. ഏതിൻ്റെത്? അമോണിയത് വരുന്നത്.
അതേസമയത്ത് NF3 വരുന്നത് എന്താണ്? 0.8 ഇൻറ്റു 10⁻⁻30 കൂളം മീറ്റർ ആണ്. അതായത് പാർഷ്യലി ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദ്യം വന്നിട്ടുണ്ട്, ഇത് NH3 or NF3 is more polar. Why? NH3 is more polar than NF3. Why? Because in NH3 all the dipole moments are acting in same direction. Okay, but in case of NF3 it is partially cancelling. That is 3 NF bond polarity അല്ലെങ്കിൽ dipole moment is against the dipole moment of what? Lone pair. That's a partially cancelling. So polarity is what? Less as compared to what? NH3. Okay. ഇനി നമുക്ക് എന്ത് നോക്കാം? അടുത്തൊരു മോളിക്യൂൾ നോക്കാം. അടുത്ത മോളിക്യൂള് മീഥെയ്ൻ CH4 പോളാർ ആണോ അല്ലേ നമുക്ക് നോക്കാം. CH4 പോളാർ ആണോ അല്ലേ നമുക്ക് നോക്കാം. അവിടെ CH4 നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് CH4. ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ഓൾ പെരിഫറൽ ആറ്റംസ് ആർ സെയിം, സിമെട്രിക് ആണ്. പിന്നെയോ ലോൺ പെയർ ഇല്ല. അപ്പൊ ഉറപ്പിക്കാൻ നമുക്ക് എന്താണ്? നോൺ പോളാർ ആണ്, നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഒന്നുകൂടി പറയാം, കാർബണും ഹൈഡ്രജനും ആയ മോർ ഇലക്ട്രോണെഗറ്റീവ് ആരാണ്? കാർബൺ ആണ്. അപ്പൊ എന്താണ്? പാർഷ്യൽ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ അത് പാർഷ്യൽ പോസിറ്റീവ്. നോക്കൂ, ഇതിങ്ങോട്ട്, പരസ്പരം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അതായത് എല്ലാം കൂടെ ഒറ്റ പോയിന്റിൽ എന്ത് ചെയ്യാണ്? ആക്ട് ചെയ്യാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എല്ലാം കൂടെ ഒറ്റ പോയിന്റിൽ ആക്ട് ചെയ്യാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ ഞാൻ ഒരു CH മാറ്റിയിട്ട് ഒരു Cl കൊടുക്കുകയാണ്. ഒരു H മാറ്റിയിട്ട് ഒരു Cl കൊടുക്കുകയാണ്. അന്നപ്പോ എന്താ വരിക? ഇപ്പോ എന്താ വരുന്നത് നോക്കൂ നിങ്ങൾ, ഇവിടെ ഞാൻ Cl കൊടുത്തു. ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഇതാണ്. ഇവിടെ ഇതാണ്. ഈ കേസിൽ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവാണ്, ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്? നെഗറ്റീവാണ്. അപ്പൊ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടാ വരിക? ഇങ്ങോട്ടാ വരിക. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടാ വരിക? ഇങ്ങോട്ടാ വരിക. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടാ വരിക? ഇങ്ങോട്ടാ. ഇതും, അതായത് ഹൈഡ്രജനും കാർബണും കമ്പയർ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. കാർബണും ക്ലോറിനും കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്? ക്ലോറിൻ ആണ്. അപ്പൊ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. അപ്പൊ ഇതിന്റെ എങ്ങോട്ടാ? നോക്കൂ, എല്ലാം ഒരേ ഡയറക്ഷനിലല്ലേ. അതുകൊണ്ട് പോളാറാണോ നോൺ പോളാറാണോ? പോളാറാണ്. പോളാർ മ്യൂ നോട്ട് ഈക്വൽ ടു 0. ഇനി ഒരു ക്ലോറിനും കൂടി ഞാൻ എന്ത് ചെയ്യണം? അതിന് റീപ്ലേസ് ചെയ്യണം. ഒരു ക്ലോറിനോട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക നോക്കിക്കോളൂ. ഒരു ക്ലോറിനോട് റീപ്ലേസ് ചെയ്ത് എന്താ സംഭവിക്കുക? Cl H അല്ലേ? ഒരു ക്ലോറിനോട് ഞാൻ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക നോക്കിക്കോളൂ. ഇവിടെ എന്താണ്? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. ഇതോ ഇങ്ങോട്ട്, പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. കാരണം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആണ് അല്ലേ? നോക്കൂ, ഇത് എന്താണ്? പരസ്പരം ക്യാൻസൽ ചെയ്യോ? ഇല്ല, പരസ്പരം എന്ത് ചെയ്യൂല? ക്യാൻസൽ ചെയ്യൂല. അതുകൊണ്ട് ഇതും എന്താണ്? മ്യൂ നോട്ട് ഈക്വൽ ടു 0. ദെർഫോർ എന്താണ്? പോളാറാണ്. ഓക്കെ, ഇനി അടുത്ത കേസിൽ ഞാൻ 3 ക്ലോറിൻ എന്ത് ചെയ്യാണ്? 3 ഹൈഡ്രജൻ എന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ കൊണ്ടുവരികയാണ്. 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ കൊണ്ടുവരികയാണ്. അന്നപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കിക്കോളൂ. ക്ലോറിൻ ഇവിടെ എന്താണ്? ഹൈഡ്രജൻ ആണ്. അപ്പം നമുക്ക് നേരത്തെ പോലെ തന്നെ ഇത് പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇതിങ്ങോട്ട്. ക്യാൻസൽ ചെയ്യോ? ഇതും ക്യാൻസൽ ചെയ്യില്ല. അപ്പോൾ ഇവിടെയും എന്താണ്? മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് എന്താണ്? പോളാറാണ്. ഇനി ഞാൻ 4 എന്താണ്? ഹൈഡ്രജനും റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊണ്ടുവരികയാണ്? ക്ലോറിൻ കൊണ്ടുവരികയാണ്. 4 ഹൈഡ്രജനും റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ക്ലോറിൻ കൊണ്ടുവരികയാണ്. അപ്പം നോക്കിക്കോളൂ. Cl
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്? ക്ലോറിൻ ആണ്. പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്. ഇനി ഇവിടെ ഡയറക്ഷൻ ഏതാ? ഡയറക്ഷൻ കാർബൺ ആണ് പോസിറ്റീവ്. അപ്പോൾ ഇത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് മുകളിലേക്ക് വരും. അപ്പോൾ നോക്കൂ, അറ്റ് എ പോയിന്റ് 4 ഡൈപോളാണ്. ഇതുപോലെ തന്നെ ഇവിടെ ഈ കാർബണിലേക്ക് 4 എണ്ണം ഇങ്ങോട്ട് വരികയാണ്. അതേസമയത്ത് ഇവിടെ കാർബണ് 4 എണ്ണം എന്ത് ചെയ്യാണ്? അതെന്ന് പോകണം, അതായത് ഇങ്ങോട്ടാണ്, ക്ലോറിനിലേക്കാണ്. രണ്ടും നെറ്റ് എഫക്റ്റ് ആണ്. ഒരേ പോയിന്റ് 4 എണ്ണം വരുന്നു, 4 ഫോഴ്സ് തള്ളുന്നു. ഇവിടെ എന്താണ്? ഒരു പോയിന്റിന് 4 ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് വലിക്കുന്നു. അപ്പോഴും എന്താണ്? പരസ്പരം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് മ്യൂ ഈസ് ഈക്വൽ ടു 0, നോൺ പോളാർ. അപ്പൊ ഈ മോളിക്യൂൾ എന്താണ്? നോൺ പോളാർ ആണ്. അപ്പോ CH4 നോൺ പോളാർ ആണ്, CCl4 നോൺ പോളാർ ആണ്. അതുപോലെ തന്നെ വേറെ ഒന്നാണ് എന്ത്? SiF4 നോൺ പോളാർ ആണ്, സിമെട്രിക് ആണ്. 4 ആറ്റം സെയിം ആണ്, ചുറ്റുപാടുള്ള 4 ആറ്റം സെയിം ആണ്, ലോൺ പെയർ ഇല്ല. അതുകൊണ്ട് എന്താണ്? നോൺ പോളാർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതുപോലെ തന്നെ എന്താണ്? CH3F പോളാർ ആണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഈ പൊളാരിറ്റിയും കൂടുതൽ എക്സാമ്പിളും അതുപോലെ JEE നീറ്റിന് ചോദിക്കുന്ന കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ അടുത്ത പാർട്ട് 2 പൊളാരിറ്റി പാർട്ട് 2 കൂടുതൽ സിസ് ട്രാൻസ് ഐസോമറിസം ഓർഗാനിക് മോളിക്യൂളിൽ സിസ് ട്രാൻസ് ഐസോമറിസം വരുമ്പോൾ പൊളാരിറ്റിയിൽ എന്ത് മാറ്റം വരും? സിസ് ആണോ ട്രാൻസ് ആണോ കൂടുതൽ പോളാർ? ഓക്കെ, അതുപോലെ തന്നെ കാർബണിൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് കീറ്റോൺ ആ ഫങ്ഷണൽ ഗ്രൂപ്പിലെ പൊളാരിറ്റി എന്താണ്? ഓക്കെ, അതുപോലെ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് എന്നാൽ പൊളാരിറ്റി എന്താണ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ നീറ്റ് JEE എക്സാമുകൾക്ക് ചോദിക്കാറ്. ഇത് +1 ടോപ്പിക് ആണ് ഇപ്പോൾ പറഞ്ഞത്. പാർട്ട് 2 എന്താണ്? അതും അതുപോലെ തന്നെ പെർസെൻറ്റേജ് അയോണിക് ക്യാരക്ടർ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പറയും. ഇനി നമ്മളിവിടെ +1 പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പ്രീവിയസ് ഇയറിൽ +1 ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. +1 ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളുടെ 2019 ജൂലൈയിൽ ചോദിച്ചത് ഡൈപോൾ മൊമെന്റ് ഓഫ് BeF2 is 0 while H2O is 1.85 dy. Account for this on the basis of their molecular structure. നമുക്കറിയാം BeF2 ലീനിയർ ആണ്, BeF2 ലീനിയർ ആണ്. അപ്പോൾ പരസ്പരം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഓക്കെ, വാട്ടർ നേരത്തെ പറഞ്ഞതാണ്, ബെൻഡ് ആണ്, എന്ത് ചെയ്യില്ല? ക്യാൻസൽ ചെയ്യില്ല. ഒന്ന് ഇങ്ങോട്ട്, ലോൺ പെയർ ഇങ്ങോട്ട്, ഒരു ഡൈപോൾ ഇങ്ങോട്ട്, ഒരു ഡൈപോൾ ഇങ്ങോട്ട്, പരസ്പരം എന്ത് ചെയ്യില്ല? ക്യാൻസൽ ചെയ്യില്ല. അതുകൊണ്ട് this one is polar, this one is non polar. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് 2016 മാർച്ചിലാണ്. നെറ്റ് ഡൈപോൾ മൊമെന്റ് ഓഫ് പോളിഅറ്റോമിക് മോളിക്യൂൾ ഡിപെൻഡ്സ് ഓൺ ദ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് ബോണ്ട്സ് ഇൻ എ മോളിക്യൂൾ. ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 is 0 and NF3 is not 0. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞതാണ്. BF3 എന്താണ്? 0 ആണ്. കാരണം സിമെട്രിക് ആണ്, എല്ലാ സറൗണ്ടിങ് ആയിട്ടും സെയിം ആണ്, ലോൺ പെയർ ഇല്ല. അപ്പൊ ഇതിന്റെ രണ്ടിനും ഡൈപോൾ റിസൾട്ടന്റ് എങ്ങനെ ഉണ്ടാവും? താഴോട്ട് ഉണ്ടാവും. അതും മുകളിലേക്ക്, ഇതിന്റെ രണ്ടിനും റിസൾട്ട് താഴോട്ട്, മുകളിലേക്കുള്ള ഡൈപോൾ എന്ത് ചെയ്യും? പരസ്പരം ക്യാൻസൽ ചെയ്യും. അതേസമയത്ത് NF3 is not polar. NF3 പോളാർ ആണ്. കാരണം എന്താ? ഇവിടെ ഫ്ലൂറിൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്, ലോൺ പെയർ മോളോട്ട് പാർഷ്യലി ക്യാൻസൽ ചെയ്യുള്ളൂ. അതുപോലെ ഫുള്ളി എന്ത് ചെയ്യില്ല? BF3 പോലെ ഫുള്ളി എന്ത് ചെയ്യില്ല? ക്യാൻസൽ ചെയ്യില്ല. അതുകൊണ്ട് NF3 എന്താണ്? പോളാർ ആണ്, BF3 എന്താണ്? നോൺ പോളാർ ആണ്. അത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഡൈപോൾ മൊമെന്റ്. എന്താണ് ഡൈപോൾ മൊമെന്റ്? ദ ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 is 0. അതാണ് പറഞ്ഞു, BF3 0 ആണ്, 3 ഡൈപോൾ എന്ത് ചെയ്യും? പരസ്പരം ക്യാൻസൽ ചെയ്യും. ഇനി ഡൈപോൾ മൊമെന്റ് എന്താണ്? ഡൈപോൾ മൊമെന്റ് mu is equal to product of the magnitude of the charge and the distance between charge. ഏതെങ്കിലും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, പോസിറ്റീവോ നെഗറ്റീവോ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡിസ്റ്റൻസും എന്താണ്? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡൈപോൾ മൊമെന്റ് കിട്ടും. ഡൈപോൾ മൊമെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. At the NF3 and NF3 shows dipole moment, but dipole moment of NF3 is less than that of NF3. Why? നമ്മൾ പറഞ്ഞതാണ് NH3 all the dipoles are acting in the same direction, whereas in NF3 the dipole moment of NF bond, that is 3 NF bond dipole moment against the dipole moment of what? Lone pair. That's why they are partially cancelling. Therefore NF3 is more polar than NF3. Okay, so dipole momentum percentage ionic actor കൂടുതൽ നീറ്റ് JEE ക്വസ്റ്റ്യൻസ്